കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിലേക്ക് PSC നടത്തിയ ഒരു പരീക്ഷയിൽ അനാവശ്യമായ ഒരു ചോദ്യം കടന്നു കയറി എന്നുള്ള വിമർശനം ശക്തമാകുന്നു. പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം എന്നുള്ളത് വിവാദത്തിന് കൂടുതൽ പിൻബലമേകുന്നു. 4 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. 9ാമത്തെ ചോദ്യമായിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. PSCയുടെ 4 ഓപ്ഷൻ ഇങ്ങനെയാണ്. ചോദ്യം ഇങ്ങനെയാണ്: സുപ്രീം കോടതി വിധിക്ക് ശേഷം ആദ്യമായി കയറിയ യുവതി ആര് എന്നായിരുന്നു 9ാമത്തെ ചോദ്യം. അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്കാട്രി വിഭാഗത്തിലെ പരീക്ഷയിൽ ഇത്തരം ഒരു ചോദ്യത്തിൻ്റെ അനൗചിത്യമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ചോദ്യത്തിന് 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. 1 ബിന്ദു തങ്കം കല്യാണി ആൻഡ് ലിബി CS, 2ാമത് ബിന്ദു അമ്മിണി ആൻഡ് കനകദുർഗ, 3ാമത് ശശികല ആൻഡ് ശോഭ, 4ാമത് സൂര്യദേവാർച്ചന ആൻഡ് പാർവതി. ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2ാമത്തെ ഉത്തരമാണ്, 2ാമത്തെ B ആണ് ശരി. അതായത് ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് ശരി എന്നുള്ള കാര്യം. ഇതൊരു പൊതു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അങ്ങനെ PSC ചോദിച്ചതായിരിക്കാം. ഏതായാലും ഇത്തരമൊരു ചോദ്യം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. മനീതി സംഘങ്ങളുടെ പേര് സഹിതമാണ് ഇത്തരമൊരു ചോദ്യം PSC ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമാണ്. 9ാമത്തെ ചോദ്യമായിട്ടാണ് PSC ഇത് നൽകിയതെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ആരോഗ്യവകുപ്പിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ചും സൈക്കാട്രി വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ചോദ്യം കടന്നുകൂടിയതെന്നാണ് വിമർശകരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ ദർശനം നടത്താമെന്ന സുപ്രീം കോടതി വിധി വന്ന ശേഷം ആദ്യമായി ശബരിമല ദർശനം നടത്തി ചരിത്രത്തിൽ ഇടം തേടിയവരാണ് കനകദുർഗയും ബിന്ദുവും എന്നുള്ള കാര്യം PSC ഒരുപക്ഷെ പരിഗണിച്ചേക്കാം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും വീണ്ടും എത്തുമെന്ന് ഇവർ ഡിസംബറിൽ തന്നെ പറഞ്ഞിരുന്നു. ഒടുവിൽ അവർ ഇരുവരും വാക്കുപാലിക്കുകയായിരുന്നു. ജനുവരി 2-ാം തീയതി പുലർച്ചെ 3:30 രണ്ടുപേരും കറുപ്പ് വസ്ത്രമണിഞ്ഞ് ശബരിമലയിലെത്തി ശാസ്താവിനെ തൊഴുതു. മല കയറി ദർശനം നടത്തിയ ഇരുവരും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. മലയിറങ്ങിയ ഇരുവരും ഇപ്പോഴും ആ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിൽപ്പുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു ചിന്തയായിരിക്കാം PSCയെ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രേരിപ്പിച്ചത്. ഏതായാലും ഇതൊരു വിവാദമായി സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുകയാണ്. കാരണം അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്കാട്രി എന്നുള്ള വിഭാഗത്തിലേക്ക് എന്തിനാണ് കനകദുർഗയെയും ബിന്ദുവിനെയും ഒപ്പം തന്നെ ശബരിമലയെയും വലിച്ചിഴച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന വിമർശനം.